നമ്മളെ പയ്യന്നൂരിൽ നിന്നും UDFിൻ്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് വിജയിച്ച കുഞ്ഞികൃഷ്ണേട്ടൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച UDFിൻ്റെ പിന്തുണയോടുകൂടി വിജയിച്ച കുഞ്ഞികൃഷ്ണൻ അവറുകൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള നേതാക്കന്മാരും സഹപ്രവർത്തകരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മറ്റ് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, പയ്യന്നൂർ കണ്ണൂരിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലെ തന്നെ CPMൻ്റെ ഏറ്റവും വലിയ കോട്ടകൊത്തളമെന്ന് അറിയപ്പെടുന്ന പയ്യന്നൂരിലാണ് കുഞ്ഞികൃഷ്ണൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി വിജയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ അദ്ദേഹം സംസാരിക്കും എന്നാണ്. ഞാൻ CPMനകത്ത് 50 വർഷക്കാലം പാർട്ടി മെമ്പറായി അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ വരെ ഉയർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപജയങ്ങൾ കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്യുകയും അത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ഞാൻ ചെയ്തത്. പക്ഷെ നേതൃത്വം തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും അത് ചൂണ്ടിക്കാണിച്ചവരെ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് നീണ്ട 5 വർഷക്കാലം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിലേക്ക് ആ പോരാട്ടം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായത്. ഞാൻ ഇന്നേവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊട്ട് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും LDFൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിച്ചയാളല്ലായിരുന്നുവെങ്കിൽ ഞാൻ മത്സരരംഗത്ത് വരുമായിരുന്നില്ല. എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മത്സരരംഗത്തേക്ക് വരേണ്ടി വന്നത്. കളങ്കിതനായ വ്യക്തിയെ തന്നെ മത്സരിപ്പിക്കാൻ CPM നേതൃത്വം തീരുമാനിച്ചപ്പോൾ ആ പോരാട്ടം സമൂഹത്തിൽ തുടരേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികം എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടും CPMനകത്ത് നിന്ന് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമുള്ള വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ടും കൂടിച്ചേർന്ന വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലുണ്ടായത്. ഞാൻ ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല സ്ഥാനാർത്ഥിയായത്, ജയിക്കാനുമായിരുന്നില്ല. എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുക മാത്രമാണ്, എൻ്റെ പോരാട്ടം തുടരുക മാത്രമാണ്. പക്ഷെ മത്സരരംഗത്തേക്ക് കടന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ അനുകൂലമായ ഒരവസ്ഥയാണ് ജനങ്ങളിൽ കാണാൻ സാധിച്ചത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വോട്ട് ചെയ്തത് സംബന്ധിച്ച് നേരിട്ടും മറ്റ് പലരിലൂടെയും പറഞ്ഞറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായതാണ്. പക്ഷേ ആ നിലയിൽ അത് പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ഈ അടിയൊഴുക്ക് ഒരാൾക്കും മുൻകൂട്ടി അളക്കാൻ സാധിക്കുന്നതല്ല. അടിയൊഴുക്കുണ്ടാകുമെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ ബോധ്യമുണ്ട്, CPM നേതൃത്വത്തിനും ബോധ്യമുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നതിനെ സംബന്ധിച്ച് അവർക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല, എനിക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ അടിയൊഴുക്ക് അതിശക്തമായിരുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ആ നിലയിൽ CPMനകത്ത് നിന്ന് എനിക്ക് ലഭിച്ച വലിയ നിലയിലുള്ള വോട്ടും പയ്യന്നൂർ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള വോട്ട്
അത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തകന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ 2 വോട്ടും കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് പയ്യന്നൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിജയം പയ്യന്നൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന് പയ്യന്നൂരിലെ വോട്ടർമാരോട് മുഴുവൻ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭവും അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിച്ചത് എന്നതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടുക എന്നത് അവരുടെ ആഗ്രഹമാണ്, എൻ്റെ ഒരു ചുമതല കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഫീസിൽ വരാനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി സംസാരിക്കാനും സന്നദ്ധമായിട്ടുള്ളത്. എനിക്കെതിരെ CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്. ഞാൻ കോൺഗ്രസ്സായി എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രമായ നിലപാട് അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ എന്ത് പ്രചരണം നടത്തിയാലും അതെന്നെ അറിയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അത് ഏശില്ല എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ ബോധ്യം ശരിയാണ് എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങനെ അവർക്ക് ബോധ്യമില്ലെങ്കിൽ അവരെനിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കും ആ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഒരു സ്വതന്ത്രൻ എന്ന രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ UDFൻ്റെ പിന്തുണ കൂടി ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയമുണ്ടായത് എന്നതുകൊണ്ട് UDFൻ്റെ നിലപാടിനനുസരിച്ചുള്ള ഒരു സമീപനവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇതിൻ്റെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു, തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും, എല്ലാ കമ്മിറ്റികളും ഉടൻ വിളിച്ചു ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വാസമുണ്ടോ അതിൽ? എത്രത്തോളം തിരുത്തും എന്നൊക്കെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രേഖയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കടലാസിൽ കിടക്കുകയാണ് അതെല്ലാം. അത് പ്രാവർത്തികമാക്കാൻ ഇന്ന് വരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് തെറ്റ് തിരുത്താനുള്ള വിശദീകരണം താഴെ കമ്മിറ്റികളിൽ പോയി നൽകുന്നത്. എത്രത്തോളം തെറ്റ് തിരുത്തപ്പെടും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ നിലയിലാണ് ആത്മാർത്ഥമായി തെറ്റ് തിരുത്താൻ കേരളത്തിലെ CPM നേതൃത്വം സന്നദ്ധമായാൽ അതവർക്കും കേരളത്തിനും ഗുണകരം എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് തിരുത്തുന്നില്ലെങ്കിൽ ബംഗാൾ ആവർത്തിക്കും കേരളത്തിലും. കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പോലും CPM കേരളത്തിൽ തകരണം എന്നാഗ്രഹിക്കുന്നവരല്ല. കാരണം ഇടതുപക്ഷം തകർന്നാൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷം നാടിനാപത്താണ്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് ഇടതുപക്ഷ വിരോധികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് CPMനെ നിലനിർത്താൻ CPM നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. അവർ തെറ്റ് തിരുത്തിയാൽ അതവർക്കും കേരളത്തിനും ഗുണകരമാകും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എൻ്റെ പുസ്തകത്തിൽ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഞാൻ പ്രതിപാദിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ എല്ലാം സൂചനകൾ എൻ്റെ പുസ്തകത്തിലുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടറി ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? MV ഗോവിന്ദൻ മാറണമെന്നുള്ള മുറവിളിയാണ് ഇപ്പോൾ ഉയരുന്നത്. അത് മാറിയാൽ എന്തെങ്കിലും മാറ്റം സാധ്യതയുണ്ടോ? ഉണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം പഴയ പാർട്ടിയല്ല ഇന്നത്തെ പാർട്ടി. പഴയ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യത്തിനും ജനാധിപത്യ കേന്ദ്രീകരണത്തിനും രണ്ടിനും പ്രാമുഖ്യം നൽകിക്കൊണ്ട്
പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടായ നേതൃത്വമാണ്, കലക്റ്റീവ് ലീഡർഷിപ്പാണ്. ഇന്ന് ഒരാൾ പറയുകയും അത് മറ്റുള്ളവർ റാൻ മൂളി അംഗീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരടിമ സ്വഭാവത്തിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള ഒരവസ്ഥ. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം കേരളത്തിലെ CPM രക്ഷപ്പെടാൻ പോകുന്നില്ല. സെക്രട്ടറി അല്ല അപകടം. ഇന്ന് കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് ആര്? ഈ അഭിപ്രായങ്ങളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് മറ്റുള്ളവർ സന്നദ്ധമാകുന്നില്ല എന്നതിനെക്കുറിച്ചെല്ലാം വിശദമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു സെക്രട്ടറിയിൽ മാത്രം കേന്ദ്രീകരിച്ച് അല്ല ഈ കാര്യങ്ങളെല്ലാം പോകുന്നത്. അതുകൊണ്ട് സെക്രട്ടറി മാറിയതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. പാർട്ടിക്കകത്ത് ശരിയായ നിലയിൽ തുറന്നു പറച്ചിലും ചർച്ചയും ആവശ്യമാണ്. ആ ചർച്ചയിൽ ഉയർന്നു വരുന്ന ശരിയായ അഭിപ്രായങ്ങൾക്കനുസരിച്ചുള്ള തീരുമാനം ആണുണ്ടാകേണ്ടത്. ഇതൊരാൾ പ്രഖ്യാപിക്കുകയും അത് തീരുമാനമായി അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയിരിക്കുന്നു എന്ന ബോധ്യമാണ് എനിക്കുള്ളത്. ഈ പയ്യന്നൂരിലെ ഫണ്ട് വിവാദമാണല്ലോ വലിയ ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ തെറ്റുതിരുത്തലൊക്കെ വരുമ്പോൾ വീണ്ടും ആ ഫണ്ട് വിവാദം അത് ചർച്ച ചെയ്തൊരു തീരുമാനത്തിലേക്ക് എത്തും എന്ന് നമുക്ക് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് ശരി എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക എന്നത് ഒരു സാമാന്യ നീതിയാണ്. അപ്പോൾ അത് അവരെ ശിക്ഷിക്കപ്പെടാതെ അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചാൽ പിന്നെ എന്ത് തെറ്റ് തിരുത്താനാണ്? അപ്പോൾ ആ നിലയിലുള്ള സമീപനം CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ആയിരുന്നു, അങ്ങനെ തയ്യാറാകേണ്ടുന്ന പാർട്ടിയാണ്. പക്ഷേ കുറച്ച് കാലമായി അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. കാരണം ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കാണാൻ സാധിക്കാത്ത പ്രവണതകളല്ല ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. ഇതിനു മുമ്പ് ഇങ്ങനെ കൂട്ടമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പാർട്ടിക്കെതിരെ മത്സരരംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ച ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ G. സുധാകരൻ, അതുപോലെ തന്നെ TK ഗോവിന്ദൻ മാഷ്, അതുപോലുള്ള നിരവധി ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തീരുമാനത്തിനെതിരായി പരസ്യമായി രംഗത്ത് വന്ന് മത്സരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് കൂടാനാണ് പോകുന്നത്. ഇത് കൂടിക്കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പാർട്ടി എത്തിച്ചേരും. അത് ബംഗാളിൻ്റെ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിക്കാനിടയാക്കും എന്ന് ഞാൻ എൻ്റെ പുസ്തകത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറായാൽ അത്രത്തോളം നല്ലത്. പയ്യന്നൂരിൽ CPM നേതാക്കളുടെ കുറേ ഫോട്ടോകൾ വെച്ചിട്ട് സൈബർ പ്രചരണം നടക്കുന്നത്. ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഒറ്റുകാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. V. കുഞ്ഞികൃഷ്ണനെ സഹായിച്ച ഒറ്റുകാർ ഇവരാണ്, ഇവരെ തിരിച്ചറിയ, ഇവർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് കേട്ടിരിക്കുന്നത്. ഇതിലൊക്കെ സത്യമുണ്ട്. ഇവരെന്നെ സഹായിച്ചതിന് ഒരു തെളിവും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം എന്നെ സഹായിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു പോസ്റ്റർ അവരിറക്കാൻ കാരണമായി ഞാൻ കാണുന്നത് ഈ ഫണ്ട് വിവാദം നടന്നപ്പോൾ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അനുകൂലമായിരുന്നു ഇവരെല്ലാവരും. ഞാൻ ഈ ഫണ്ട് വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന ഘട്ടത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയത്തോടൊപ്പമായിരുന്നു ഈ പറയുന്ന നേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകൾ. ഇവർ മാത്രമൊന്നുമല്ല. അവർക്കിപ്പോൾ വിരോധം തോന്നുന്ന കുറേ ആളുകളുടെ ചിത്രം കൊടുത്ത് അവരെ ജനങ്ങൾക്കിടയിൽ ഒറ്റുകാരായി ചിത്രീകരിക്കാൻ വളരെ ബോധപൂർവമായ ശ്രമമാണ്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം. അത് പയ്യന്നൂർ ഡയറി എന്ന് പറയുന്ന ഒരു പേജിൽ വന്നതായിട്ടാണ് ഇപ്പോൾ നിങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ളതാണ്. അതൊരു ഫേക്ക് ഐഡിയ. ആരാണ് അതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എനിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു ഐഡിയ ആണ് ഈ പയ്യന്നൂർ ഡയറി എന്ന് പറയുന്നത്. ഞങ്ങളിതെങ്ങനെ വന്നു എന്ന് പരിശോധിച്ചു. യഥാർത്ഥത്തിൽ ഈ പോസ്റ്റർ പ്രചരിച്ചത് പയ്യന്നൂർ ഡയറിയിലല്ല.
ജോൺസൺ നിക്കോൾസൺ എന്ന പേരിലുള്ള മറ്റൊരു ഫേക്ക് ഐ ഡി, ജോൺസൺ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന മറ്റൊരു ഫേക്ക് ഐ ഡി, ആ ഫേക്ക് ഐ ഡി ഈ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രവർത്തിച്ച ഒരു ഐ ഡിയാണ്. ആ ഐ ഡിയിൽ നിന്നാണ് ഈ പോസ്റ്റർ രൂപപ്പെട്ടു വന്നത് എന്ന് ഇതിനകം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളത് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു ഫേക്ക് ഐ ഡിയിൽ നിന്ന് അവർ തന്നെ ഇതുണ്ടാക്കി പ്രചരിപ്പിച്ച് ഇത് ഞങ്ങളാണ് അല്ലെങ്കിൽ എന്നെ പിന്തുണക്കുന്നവരാണ് പ്രചരിപ്പിച്ചത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. ഇതിൻ്റെ കൃത്യമായ പരിശോധനയും കണ്ടെത്തലും ഞങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഫേക്ക് ഐ ഡി ആരുടേതാണ് എന്താണ് എന്ന് ഇതുവരെ ഇതിൻ്റെ സൈബർ വിഭാഗത്തിന് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ. അതാണ് അവസ്ഥ. ഇന്ന് ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ദുരവസ്ഥ ഈ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ്. അങ്ങനെ കരുതുന്നുണ്ടോ? കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ? അത് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായം, അതിനെ ഞാൻ തള്ളുന്നില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തിയിൽ ഒതുങ്ങി മുന്നോട്ട് പോകുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഒരു വ്യക്തിയുടെ നിലപാടിനനുസരിച്ച് പോകേണ്ടതല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അതിൻ്റെ കമ്മിറ്റികൾ കൂട്ടായി ചർച്ച ചെയ്ത് അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ശരിയായ നിലപാടുകൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചുമതല. ആ നിലയിൽ ഇന്ന് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഒരു നേതാവിൻ്റെ പ്രഭാവ വലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ പിണറായി വിജയൻ പിന്നിലായപ്പോൾ, വോട്ടെടുപ്പ് പിന്നിലായപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഈ കൗണ്ടിങ് സ്റ്റേഷനകത്തായതുകൊണ്ട് ഈ വിവരങ്ങളൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. പുറത്ത് വന്നപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അന്നേരം സങ്കടം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ലല്ലോ. ഇല്ല, അറിഞ്ഞിരുന്നു. അത് സാങ്കല്പികമായ ചോദ്യം. സാങ്കല്പികമായ ചോദ്യത്തിന് സാധാരണഗതിയിൽ മറുപടി പറയേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി ആരാണെന്നാണ് ആഗ്രഹം? മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ്. UDF ആണ്. UDFന് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ് മുഖ്യമന്ത്രി ആരാകണം എന്നത്. ആ പാർട്ടി ആ കാര്യം ശരിയായ നിലയിൽ ചർച്ച ചെയ്ത് മുഖ്യമന്ത്രിയെ യഥാസമയം തീരുമാനിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനു മുമ്പ് പല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തെല്ലാം തർക്കങ്ങൾ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു കാര്യം കാണാൻ സാധിക്കും. സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വരാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങളൊന്നും കോൺഗ്രസിനകത്ത് ഉയർന്നു വന്നിരുന്നില്ല എന്നതുകൂടി നമുക്ക് കാണാൻ സാധിച്ചിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആരാകണം എന്നത് കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അവർ യഥാസമയം ആ കാര്യം സംബന്ധിച്ച് തീരുമാനമെടുക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. പയ്യന്നൂരിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ സന്തോഷമുണ്ടോ? അങ്ങനെ വരാൻ ഒരു സാധ്യതയുമില്ല. ഇനി സാധ്യതയില്ലാത്തൊരു കാര്യത്തെ സംബന്ധിച്ച് എന്നൊന്നല്ല. KC വേണുഗോപാലൻ പയ്യന്നൂർ മണ്ഡലത്തിലല്ല, കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ പയ്യന്നൂർ മണ്ഡലത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. KC വേണുഗോപാലൻ കല്യാശ്ശേരി മണ്ഡലത്തിൽപ്പെട്ട ഒരാളാണ്. പയ്യന്നൂർ മണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല KC വേണുഗോപാലൻ. അതുകൊണ്ട് അങ്ങനെ ഒരു 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 തെറ്റിദ്ധാരണയിലേക്കും നിങ്ങൾ പോകേണ്ടതില്ല. എനക്കത് സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെന്നേ. പിന്നെ ഞാൻ എന്തിന് അത് സംബന്ധിച്ച് പറയണം? എന്നോട് എന്തിന് അങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം? ഭാവിയെക്കുറിച്ച് ഒരു തീരുമാനം ഇപ്പോഴെടുത്തിട്ടില്ല. പലരും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അൻവറും ഉണ്ട്. അൻവർ വന്ന് കണ്ടതിന് ശേഷം ഫേസ്ബുക്കിൽ ചില കമൻറ്റുകളൊക്കെ, നവമാധ്യമങ്ങളിൽ ചില കമൻറ്റുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരുന്നു. ആ സന്ദർശനം ഒരു തെറ്റിദ്ധാരണ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ അത് സംബന്ധിച്ച് എൻ്റെ നിലപാട് കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ അവ്യക്തതയൊന്നും ആ കാര്യത്തിലില്ല. അൻവർ പാർട്ടി ഉണ്ടാക്കിയാൽ അൻവർ പാർട്ടി ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ
അൻവറിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഭാവി സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് മുന്നോട്ട് പോകും എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.